വെൽക്കം ടു ടേസ്റ്റി ഡിഷ്. ടേസ്റ്റി ഡിഷിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്നിവിടെ ഒരു ഫ്രൈ ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഒരു മുട്ടയുടെ ഫ്രൈ ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. ചിന്ന മുട്ട, നമ്മൾ ഈ പാർട്സിൻ്റെ ഉള്ളിലൊക്കെ ഉണ്ടാകുന്ന മുട്ടയാണ്, ലഗോൺ കോഴിയുടെ. അപ്പോൾ അതിൻ്റെ ആ ഒരു ഫ്രൈ ആണ് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത്. നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ചിക്കൻ്റെ ഷോപ്പിൽ നിന്നൊക്കെ നമുക്ക് മേടിക്കാൻ കിട്ടും. ഇത് മുട്ട മാത്രമായിട്ട് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ മുട്ട മാത്രം അവർ തരൂ കേട്ടോ. അങ്ങനെ മേടിച്ചിട്ട് നമ്മൾ ഫ്രൈ ഉണ്ടാക്കിയതാണിത്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ചീനച്ചട്ടിയിലേക്ക് ചീനച്ചട്ടി നല്ലോണം ചൂടായതിന് ശേഷം കുറച്ച് നല്ല വെള്ളം ഒഴിച്ചിട്ടുണ്ട്, സാധാ പച്ചവെള്ളം ഒഴിച്ചിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് കുറച്ച് ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഈ മുട്ട ആദ്യം നന്നായി ക്ലീൻ ചെയ്ത് വെക്കണം. ക്ലീൻ ചെയ്തിട്ട് മെല്ലെ ഉടയാതെ നമ്മളൊന്ന് ക്ലീൻ ചെയ്യണം. ക്ലീൻ ചെയ്തതിന് ശേഷം നമുക്ക് ഈ മഞ്ഞൾപ്പൊടി ഉപ്പും കൂടി ഇട്ട വെള്ളത്തിലേക്ക് ഒന്ന് ഇട്ടിട്ട് അതൊന്ന് വേവിക്കണം. ഒരു 5 മിനിറ്റ് മതി ഇതൊന്ന് വേവാൻ വേണ്ടിയിട്ട്. പെട്ടെന്ന് വേവും. അത് ഉള്ളൊന്ന് വെന്ത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ ഫ്രൈയിലേക്ക് ഇട്ട് പോകുമ്പോൾ നമുക്കത് പൊട്ടിപ്പോവും. അതിന് വേണ്ടി അത് ഇല്ലാതിരിക്കാനാണ് നമ്മൾ ഇതുപോലെ ഒന്ന് വേവിച്ചെടുക്കുന്നത്. എന്നിട്ട് സ്പൂൺ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ അത് അതിൽ കിടന്ന് നന്നായി തിളയ്ക്കുമ്പോഴേക്ക് തന്നെ അതിങ്ങനെ വെന്ത് തുടങ്ങും. നമുക്ക് കാണാൻ വേവുന്നതായിട്ട് അതിൻ്റെ കളറൊക്കെ ഒന്ന് മാറിയിട്ട് ഒന്ന് ഉള്ളിലിങ്ങനെ ഉറച്ച് കിടക്കും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് കുറച്ച് ഒന്ന് ഫ്രൈ ചെയ്യാനുള്ള സാധനങ്ങളൊക്കെ റെഡിയാക്കണം. അത് ഒരു അടുപ്പത്തിരിക്കട്ടെ. അപ്പോഴേക്കും നമ്മൾ വേറൊരു അടുപ്പിലേക്ക് ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ആദ്യം നമുക്ക് ഇഞ്ചിയാണ് ഞാനിവിടെ ഒരു സ്പൂൺ ഇഞ്ചിയോളം നന്നായി ചതച്ചത്, പിന്നെ ഒരു സ്പൂണ് വെളുത്തുള്ളി ചതച്ചത്, അത് രണ്ടും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ചൂടാവണം. ചൂടായി കഴിഞ്ഞാൽ നന്നായി ആ ഒരു പച്ച സ്മെല്ലൊക്കെ പോകുന്നത് വരെ ഒന്ന് നന്നാക്കിയിട്ട് ഒന്ന് ഇളക്കിയെടുക്കുക. അത് കഴിഞ്ഞാൽ നമുക്ക് ഒരു സവാള, ഒരു മീഡിയം സൈസിലുള്ള സവാള ഞാൻ ചെറുതാക്കിയിട്ട് അരിഞ്ഞിട്ടാണ് ഇതിലേക്ക് ഇടുന്നത്. ചെറിയ സവാളയൊക്കെ ആണെങ്കിൽ 2 എണ്ണം എടുക്കണം. അപ്പോൾ അതിലേക്ക് ഞാനൊരു 500 മുട്ടയെ എടുത്തിട്ടുള്ളൂ. അതിനനുസരിച്ച് സാധനങ്ങളെ ഇതിലേക്ക് എടുക്കുന്നുള്ളൂ. അപ്പോൾ സവാള നന്നായിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം അതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. അപ്പോൾ സവാളയൊക്കെ നന്നായിട്ട് ചൂടാവുന്നുണ്ട്. പിന്നെ ഒരു പച്ചമുളകും ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആവശ്യത്തിന് 2 3 പച്ചമുളകൊക്കെ ഇടാം. ഞാനിപ്പോൾ നല്ല എരിവുള്ള പച്ചമുളക് ആയതുകൊണ്ട് ഒറ്റ പച്ചമുളക് ഇട്ടിട്ടുള്ളൂ. അതും കൂടി ഇതിലേക്ക് ഇട്ടിട്ട് നന്നായി ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. പിന്നെ ഇതുപോലെ റെഡിയാക്കിയിട്ട് നമുക്കിതിലേക്ക് മുളക് പൊടി ഇടണം. കാശ്മീരി ചില്ലിയാണ് ഞാൻ ഇട്ടത്. 1 സ്പൂണ് ഞാൻ ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് ഒരു 1.5 സ്പൂൺ 2 സ്പൂണോളം ഇടാം കേട്ടോ. പിന്നെ ഒരു 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടി അതും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഈ മുളക് പൊടിയുടെയും മഞ്ഞൾപ്പൊടിയുടെയും പച്ച സ്മെല്ലൊക്കെ മാറുന്ന വരെ നന്നായി ഉള്ളിയിൽ കിടന്നിട്ട് നന്നായി ഒന്ന് ഫ്രൈ ചെയ്യണം. ഫ്രൈ ചെയ്ത് ഒരു 5 മിനിറ്റോളം നന്നായി ഒന്ന് ഫ്രൈ ചെയ്ത് ഒന്ന് റെഡിയായി കഴിഞ്ഞാൽ നമുക്ക് ഈ മുട്ട ഇതിലേക്ക് മാറ്റാം. അപ്പോഴേക്ക് മുട്ട നന്നായിട്ട് വെന്തിട്ടുണ്ട്. അത് ഞാൻ ഇതിലേക്കൊന്ന് മാറ്റുന്നുണ്ട്. ഈ ഉള്ളിയുടെ ഫ്രൈയിലേക്കൊന്ന് മാറ്റി എടുക്കുന്നുണ്ട്. ബാലൻസ് അതിൽ കുറച്ച് വെള്ളം കൂടി ഉണ്ട്. നമ്മൾ തിളപ്പിക്കാൻ വെച്ച വെള്ളവും കൂടി ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ചട്ടിയിൽ നിന്ന് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നന്നായി ഒന്ന് ഇളക്കിയിട്ട് ഈ മുട്ടയിലേക്ക് ഈ മസാലയൊക്കെ വരത്തൊക്കെ വെച്ച് നന്നായി ഒന്ന് ഇളക്കണം. അപ്പോൾ എനിക്ക് തോന്നിയിട്ടോ ഇത് ഞാൻ ഒഴിച്ചപ്പം കുറച്ച് കൂടുതലുള്ളത് കൊണ്ട് നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഞാൻ ആദ്യത്തെ ചീനച്ചട്ടിയിലേക്ക് തന്നെ ഇത് മാറ്റുന്നുണ്ട്. അപ്പോൾ അത് നല്ല ചൂടും ഉണ്ട്. അപ്പോൾ അതിലേക്ക് നന്നായി ഫ്രൈ ചെയ്ത് കിട്ടും. അപ്പോൾ ഞാൻ ആ ചീനച്ചട്ടിയിലേക്ക് തന്നെ ഇടുന്നുണ്ട്. ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി ഇതെല്ലാം നന്നായി ഒന്ന് മിക്സ് ചെയ്യുന്ന തരത്തിൽ നന്നായി ഇളക്കിയിട്ടുണ്ട്. പിന്നെ നമുക്കൊരു സ്പൂണ് ചിക്കൻ മസാലപ്പൊടിയാണ് വേണ്ടത്. ഇനി ചിക്കൻ മസാലപ്പൊടി നിങ്ങളെ കയ്യിലില്ലെങ്കിൽ മീറ്റ് മസാല ഇട്ടാലും മതി. അത് നന്നായിട്ടൊന്ന് ഇളക്കുക, മിക്സ് ചെയ്യുക. അപ്പോൾ ഈ കോഴിമുട്ടേൻ്റെ ഉള്ളിലേക്ക് ഈ എരിവൊക്കെ നന്നായി ഇറങ്ങും. കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് നന്നായി ഒന്ന് അടച്ച് വെച്ച് ഒന്ന് വേവിച്ചെടുക്കണം നമുക്ക്. അപ്പോൾ ഈ മുളക് പൊടിയും ചിക്കൻ മസാലപ്പൊടിയും ഒക്കെ കൂടി ഇതിലേക്ക് കിടന്ന് നന്നായി ഒന്ന് വെന്ത് വരട്ടെ. പിന്നെ അതിൻ്റെ കൂടെ തന്നെ കുറച്ച് ഗരം മസാലപ്പൊടി, ഒരു 1/2 സ്പൂണോളം ഗരം മസാലപ്പൊടിയും കൂടി ഇടണം. ചെറിയ സ്പൂൺ ആയതുകൊണ്ടാണ് 2 സ്പൂൺ ഇട്ടത്. അപ്പോൾ നിങ്ങൾ ഒരു 1/2 സ്പൂണിലും മേലെ ഗരം മസാലപ്പൊടി ഇടുക. അത് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് ഒന്ന് മൂടി വെച്ച് വേവിക്കുക. അപ്പോൾ ഞാൻ തുറന്ന് നോക്കുകയാണ്.
നല്ല സ്മെല്ലാണ്. അപ്പോൾ നമ്മൾ ഈ മസാല എല്ലാം ഈ മുട്ടയിലേക്ക് പിടിച്ചിട്ടുണ്ട്. നല്ലൊരു ടേസ്റ്റാണ്. നല്ല ഫ്രൈ ആയിട്ട് നല്ല കുറുകി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി കുറച്ച് ഒരു 2-3 സാധനങ്ങളോട് ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ മുട്ട ഫ്രൈ റെഡി ആക്കാം. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് അപ്പത്തിനും ചപ്പാത്തിക്കും എല്ലാ പുട്ടിനൊക്കെ നമുക്ക് ഇത് നല്ല ടേസ്റ്റാണ്. ഇതിന് നല്ലൊരു കോമ്പിനേഷനാണ്. പിന്നെ ഞാൻ ഇവിടേക്ക് ഇടാൻ പോകുന്നത് ഒരു 1/2 സ്പൂൺ ചാറ്റ് മസാലയാണ്. ചാറ്റ് മസാല കയ്യിലുണ്ടെങ്കിൽ മാത്രം ഇട്ടാൽ മതി, ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ചാറ്റ് മസാല ഇട്ടാൽ ഒരു പ്രത്യേക ടേസ്റ്റാണ് ഇതിന്. അപ്പോൾ ഞാൻ ഒരു അര സ്പൂണിലും കുറച്ച് ഇട്ടാൽ മതി. അപ്പോൾ അതിന് നമ്മൾ എത്രയാണ് ക്വാണ്ടിറ്റി ഉള്ളത് അതിനനുസരിച്ച് നമ്മൾ ഇടണം. അപ്പോൾ ഇതും കൂടി ഇട്ട് പിന്നെ പച്ച വെളിച്ചെണ്ണയാണ് ഇതിലേക്ക് ഒഴിക്കുന്നത്. നമ്മൾ ചോറിനും സൈഡായിട്ട് ചോറിനൊക്കെ നമ്മൾ കൂട്ടാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. അതൊന്നും കൂടി വറ്റിച്ച് വേണമെങ്കിൽ എടുക്കാം. ഞാൻ കുറച്ച് വെള്ളത്തോട് കൂടിയാണ് എടുക്കുന്നത്. അപ്പോൾ ഞാൻ ഇവിടെ വെള്ളയപ്പായിരുന്നു, അപ്പോൾ അതിന് ഞാൻ കുറച്ച് വെള്ളത്തോട് കൂടിയാണ് എടുത്തത്. പിന്നെ കുറച്ച് കറിവേപ്പില ഫ്രഷ് കറിവേപ്പില ഇടുക. അപ്പോൾ അതിൻ്റേതായ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും. ഇതുപോലെ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്തൊക്കെ എനിക്ക് കമൻറ്റ് ചെയ്യണം. പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നവരെങ്കിൽ എന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നല്ല നല്ല വീഡിയോസ് ഞാൻ എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഡിഷാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ഫ്രണ്ട്സുമാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ അടുത്തുള്ള ബെൽ ബട്ടണും കൂടി പ്രസ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ താങ്ക്